നമസ്കാരം. അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്നാണ് 75 രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണം. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് US ഭരണകൂടം ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള വിസ ചട്ടങ്ങളിൽ വരുത്തിയ ഈ മാറ്റം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തുന്നതാണ്. കുടിയേറ്റക്കാർക്ക് നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങളും ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളും വെട്ടിക്കുറയ്ക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നടപടി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ തീരുമാനം വരും ദിവസങ്ങളിൽ ആഗോള കുടിയേറ്റ നിരക്കിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന വിദേശികൾക്ക് തിരിച്ചടിയാണെന്ന് ചുരുക്കം. അതായത് 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള ഇമിഗ്രന്റ് വിസ അഥവാ കുടിയേറ്റ വിസ നടപടികൾ അമേരിക്ക നിർത്തിവെക്കും എന്ന്. പാകിസ്ഥാൻ, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അമേരിക്കൻ ജനതയുടെ പണം ദുരുപയോഗം ചെയ്യുന്നവരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ തീരുമാനമെടുത്തത്. അമേരിക്കൻ ജനതയുടെ സമ്പത്ത് പുതിയ കുടിയേറ്റക്കാർ ചൂഷണം ചെയ്യില്ലെന്ന് ഉറപ്പാക്കും വരെ വിലക്ക് തുടരാനാണ് തീരുമാനം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കൻ ജനതയിൽ നിന്ന് അസ്വീകാര്യമായ നിരക്കിൽ ക്ഷേമ പദ്ധതികൾ എടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസ നടപടികൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർത്തിവെക്കും. പുതിയ കുടിയേറ്റക്കാർ അമേരിക്കൻ ജനതയുടെ സമ്പത്ത് ചൂഷണം ചെയ്യില്ലെന്ന് US ഉറപ്പാക്കും വരെ ഈ വിലക്ക് തുടരും. US നടപടി നേരിട്ട പുതിയ പട്ടികയിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഈജിപ്ത്, ഇറാഖ്, കുവൈറ്റ്, ലബനൻ, മൊറോക്കോ, സുഡാൻ, തായ്ലൻഡ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ വരുന്നവയാണ്. സൊമാലിയ, ഹെയ്തി, ഇറാൻ, എറിട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ അമേരിക്കയിൽ എത്തിയ ശേഷം സർക്കാർ സഹായം സ്വീകരിക്കുന്നെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. US നടപടി നേരിട്ട പട്ടികയിൽ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇറാൻ, റഷ്യ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട്. 75 രാജ്യങ്ങൾക്കെതിരായ നിയന്ത്രണങ്ങൾ ജനുവരി 21 മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം ടൂറിസ്റ്റ് വിസ പോലുള്ള നോൺ ഇമിഗ്രന്റ് വിസകൾക്ക്, അതായത് കുടിയേറ്റ ഇതര വിസകൾക്ക് ഇത് ബാധകമായിരിക്കില്ല. നവംബറിൽ പുറത്തിറക്കിയ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. അമേരിക്കൻ സർക്കാർ സഹായങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളവരെ നിയന്ത്രിക്കാനുള്ള വിപുലമായ തീരുമാനമായിട്ടാണ് ഉത്തരവിൽ പറയുന്നത്. നേരത്തെ ഈ വർഷം ജനുവരി 1 മുതൽ 39 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നതും അമേരിക്കയിലേക്കുള്ള പ്രവേശനവുമൊക്കെ ഭാഗികമായും പൂർണ്ണമായും ഒക്കെ തടഞ്ഞിരുന്നു. അമേരിക്കൻ കുടിയേറ്റ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് 2026 തുടക്കം കടന്നു പോകുന്നത്. വെറും സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അപ്പുറം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മുൻനിർത്തി ഇത്രയധികം രാജ്യങ്ങൾക്കെതിരെ ഒന്നിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അസാധാരണമാണ്. കുടിയേറ്റ വിസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ ആഭ്യന്തര തൊഴിൽ വിപണിയിൽ അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ മുൻഗണന ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. കുടിയേറ്റ വിസകൾക്കൊപ്പം തന്നെ H-1B വിസകളുടെ ലോട്ടറി സമ്പ്രദായത്തിൽ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണന നൽകുന്ന രീതിക്കും 2026 തുടക്കമായിട്ടുണ്ട്. ഈ പ്രവേശനം തടഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് വിസ ലഭിക്കാത്തത് മൂലം അമേരിക്കയിലെ ചില IT, നിർമ്മാണ മേഖലകളെ ബാധിക്കുമെന്ന് ബിസിനസ് ഗ്രൂപ്പുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. അമേരിക്കയിലെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇത്തരം കർശന നടപടികൾ അനിവാര്യമാണെന്ന് ഒരു ഭാഗം വാദിക്കുമ്പോൾ ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മറുഭാഗം ആരോപിക്കുന്നുണ്ട്. വിസ നിയന്ത്രണ പട്ടികയിലുള്ള രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ഉഭയകക്ഷി ബന്ധത്തെ ഈ തീരുമാനം ദോഷകരമായി തന്നെ ബാധിച്ചേക്കാം. കൂടാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ നിയന്ത്രണത്തിലേക്ക് നീങ്ങുമോ എന്ന പേടിയും കുടിയേറ്റക്കാർക്കിടയിലുണ്ട്. ജനുവരി 21 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റ പ്രവാഹത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്തായാലും അമേരിക്കയിൽ പല രീതിയിലുള്ള കുടിയേറ്റ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. പൂർണ്ണമായും ഭാഗികമായും ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെ തടയുകയാണ്. അമേരിക്കയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ വിസയുടെ കാര്യത്തിൽ തടഞ്ഞു വെക്കുകയാണ്. ഇതുമൂലം അമേരിക്കയിൽ സ്കിൽഡ് പ്രൊഫഷണലുടെ വലിയൊരു കുറവ് തന്നെ ഉണ്ടാകും.